ഓണവും വടംവലിയും തീറ്റ മത്സരവും ഒക്കെയായ ഓണാഘോഷം പൊടിപൊടിക്കുകയാണ് ഇടുക്കിക്കാർ. കട്ടപ്പനയിൽ സ്ത്രീകളും ഇതര സംസ്ഥാന തൊഴിലാളികളും ഉൾപ്പെടെ പങ്കെടുത്ത അഖില കേരള തീറ്റ മത്സരം കാണികൾക്ക് ആവേശമായി. ആവശ്യമുള്ള ചമ്മന്തി ഓരോരുത്തർക്കും കൃത്യമായി വീതിച്ചു കൊടുത്തുകൊണ്ട് വളരെ ശക്തമായ മത്സരം. മഴയും തണുപ്പും നിറഞ്ഞ കാലാവസ്ഥ. എന്നാൽ തീറ്റ മത്സരത്തിന്റെ ആവേശം കട്ടപ്പനയെ ചൂടുപിടിപ്പിച്ചു. ചിരി ക്ലബിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച തീറ്റ മത്സരത്തിൽ പങ്കെടുക്കാൻ സ്ത്രീകളും അതിഥി തൊഴിലാളികളും ഉൾപ്പെടെയുള്ളവർ എത്തി. തുടക്കം മുതൽ ആവേശം നിറഞ്ഞ മത്സരം. പതിനാറ് ഇഡ്ഡലി കഴിച്ച് കട്ടപ്പനക്കാരൻ ജിതിൻ ജിജി കപ്പടിച്ചു. 5001 രൂപയും പൂവൻ കോഴിയുമായിരുന്നു സമ്മാനം. 14 ഇഡ്ഡലി കഴിച്ച PS മനോജ് രണ്ടാമതെത്തിയപ്പോൾ ബംഗാൾ സ്വദേശി മംഗൾ 3ാം സ്ഥാനം നേടി. മത്സരത്തിനായി 1000 ഇഡ്ഡലിയാണ് മലയാളി ചിരി ക്ലബ് കരുതിയത്. മന്ത്രി റോഷി അഗസ്റ്റിൻ മത്സരം ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി സമ്മാനദാനം നിർവഹിച്ചു. ക്ലബ്ബ് രക്ഷാധികാരി ജോർജ് മാത്യു, പ്രസിഡന്റ് സണ്ണി സ്റ്റോറിൽ, സെക്രട്ടറി ER അശോകൻ, മനോജ് വർക്കി, വിപിൻ വിജയൻ, പ്രിൻസ് മൂലേച്ചാലിൽ, ടിജിൻ ടോം എന്നിവർ നേതൃത്വം നൽകി. സമ്മാനം കൊടുക്കണം എന്ന സത്യത്തിൽ ഞാൻ ആദ്യം ഒന്നും കാരണം എന്താ ഒന്ന് നോക്കിയപ്പോഴത്തേക്കുണ്ട് ഇതിനെ എല്ലാം കൂടെ കുഴച്ച് വെച്ച് അതിനകത്തേക്ക് ചമ്മന്തി ഒഴിച്ച് അപ്പൊ ഞാൻ വിചാരിച്ചു ആ കൊച്ചായിരിക്കും ചിലപ്പോൾ ഫസ്റ്റ് വാങ്ങുന്നത്. അടുത്ത ആളെ നോക്കിക്കൊണ്ട് അടുത്ത അതിലും വലിയ കാര്യമായിട്ടിരിക്കും. ഓരോരുത്തർ നമുക്ക് ഇതിനകത്ത് ആരാണ് ഫസ്റ്റ് അടിക്കുന്നത് എന്ന് നമുക്ക് ആദ്യം ഒന്ന് കൺഫ്യൂഷൻ വന്നു. പക്ഷെ എങ്കിലും നമ്മുടെ കട്ടപ്പനക്കാര് തന്നെ നമ്മുടെ കട്ടപ്പനയെ അഭിമാനമാക്കാൻ കട്ടപ്പനക്കാരൻ തന്നെ ഭാഗിയിരിക്കുന്ന ഫസ്റ്റ്. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി. ഓണവിപണിയിൽ തീവിലയാണ് ഓണസദ്യ വിളമ്പാനുള്ള വാഴയിലയ്ക്ക്. കഴിഞ്ഞ ദിവസം ഒരു വാഴയിലയുടെ വില 18 രൂപ വരെ എത്തി. മലയാളിയുടെ ഓണവിശേഷങ്ങളിൽ ഒഴിച്ചു നിർത്താൻ കഴിയാത്ത ഒന്നാണ് വാഴയില. ഓണനാളുകളിൽ വാഴയിലയിൽ വിഭവങ്ങൾ നിരത്തിയുള്ള ഓണസദ്യ. ഓണദിവസങ്ങൾ അടുത്തതോടെ വാഴയിലയുടെ വില കുതിച്ചുയരുകയാണ്. ഗണേശ